ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് നല്ല ചൂരച്ചാർ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ നമ്മളിത് ചൂരച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചൂര വെട്ടിക്കൊണ്ടിരിക്കണം. നമുക്ക് നല്ല വലിയൊരു സൈസുള്ള നമുക്ക് ചൂരയാക്കാം. നമുക്ക് കിട്ടിയത് നല്ല വലുതെന്ന് വെച്ചാൽ നല്ല വലിയ സൈസ്. കുറച്ച് ദിവസമായി ഫ്രിഡ്ജ് വന്നിട്ട്, അപ്പം വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചൂരച്ചാറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അമ്മൂമ്മ വന്ന് അമ്മയ്ക്ക് നല്ല പഴുത്ത ഓമയ്ക്ക നമുക്ക് തന്ന്. പിന്നെ നമ്മൾ മീൻ വെട്ടാനൊക്കെ തുടങ്ങി. തലയിപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ തലയൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മളത് ഈ ബോൺസും ഫ്ലഷുമായിട്ട് സെപ്പറേറ്റായിട്ട് വെച്ചപ്പോൾ നമുക്ക് ഈ ബോൺസ് ഇപ്പം ഞങ്ങൾ എടുക്കുന്നില്ല, നമുക്ക് ഫ്ലഷ് മാത്രം മതി. ഞാൻ ഇപ്പോൾ ഫ്ലഷ് എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളത് ആ ഫ്ലഷിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഉലുവാപ്പൊടിയും ഇട്ടതേ നല്ല വൃത്തിക്ക് മിക്സാക്കി. നമ്മുടെ ഉപ്പ് ഇട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് നമ്മൾ നല്ല വൃത്തിക്ക് മിക്സ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഇടാൻ മറക്കല്ലേ. ഇതിട്ടിട്ട് നല്ല വൃത്തിക്ക് പുരട്ടി, എല്ലാം കൂടെയൊക്കെ നല്ല വൃത്തിക്ക് കുഴച്ച് പുരട്ടി സെറ്റാക്കി വെച്ചേക്കണം. നമ്മൾ ഏകദേശം ഒരു 1/2 മിനിറ്റത്തേക്ക് അടച്ച് മൂടി ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് അവിടെ സൈഡിൽ തന്നെ വെച്ചാൽ മതി. ഇങ്ങനെ നല്ല വൃത്തിക്ക് പുരട്ടി മിക്സാക്കി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. നല്ല വൃത്തിക്ക് തന്നെ എല്ലായിടത്തും പിടിപ്പിച്ച് നല്ല വൃത്തിക്ക് എല്ലാം കയറാൻ വേണ്ടിയിട്ട് 2 അടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ വെച്ചേക്കണം. നല്ലൊരു പ്ലേറ്റ് അടച്ചങ്ങ് വെച്ചേക്കണം. പിന്നെ ഇതും ലാസ്റ്റ് ആവശ്യമുള്ള സാധനം കേട്ടോ. പിന്നെ ചട്ടിയിലോട്ട് നമുക്ക് വേണ്ട അളവിനുള്ള അത്രയും എണ്ണ ഒഴിച്ച് നമ്മുടെ സെറ്റാക്കി വെച്ച് 1/2 മണിക്കൂർ വെച്ച മീനെല്ലാം നല്ല വൃത്തിക്ക് ഇങ്ങനെ ഇട്ട് നല്ല വൃത്തിക്ക് വറക്കാൻ വേണ്ടി വെച്ചേക്കോട്ടതേ. വീഴുന്നുണ്ടാ? എനിക്കിത് മണം അടിച്ച് കേട്ടത് വീണപ്പം. സഹിക്കാൻ പറ്റുന്ന മണമായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ കിടന്ന് കൊതി വിടുമായിരുന്നു. ഞാൻ കിടന്ന് ഓടുമായിരുന്നു കഴിക്കാൻ വേണ്ടി. ഇതെന്തായാലും ഒരു ദിവസത്തേക്ക് കാണത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് അങ്ങ് തീർക്കും, കാരണം അത്രയ്ക്ക് സൂപ്പർ സാധനം. ഉണ്ടാക്കി കഴിയുമ്പോൾ അത്രയ്ക്ക് സൂപ്പറാണ്. അപ്പം ഇതിപ്പോൾ ഹാഫ് ഇട്ടപ്പോൾ പിന്നെ കറിവേപ്പില ഇട്ട് നല്ല വൃത്തിക്ക് വറുത്ത് മൂക്കാൻ വേണ്ടി വെച്ചപ്പോൾ കണ്ട. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവും കേട്ടോ. കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ. സെറ്റല്ലേ. എനിക്ക് കൊതി ഇറക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് സാധനം സെറ്റായി. അതിൻ്റെ മണമൊക്കെ എന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് മുറിഞ്ഞൊക്കെ വന്നേപ്പോണ്ട്. നല്ല വൃത്തിക്ക് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. 2 ഇളക്ക് തെക്കും വടക്കും ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തന്നെ 2 ഇളക്കൊക്കെ കൊടുത്ത് അങ്ങ് വെച്ചേക്കണം. പിന്നെ നമ്മുടെ ചട്ടി കൊണ്ട് നമ്മൾ കോരി എടുത്തൊരു ബൗളിലോട്ട് മാറ്റാൻ പോകാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് എടുത്തിടണം. ബൗളിലോട്ട് നമ്മളിപ്പം വറുത്തെടുത്ത എല്ലാം അങ്ങ് എടുത്തങ്ങ് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഫുള്ളങ്ങ് എടുത്തുകൊണ്ട് പോയി കേട്ടോ തിന്നാൻ വേണ്ടി. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിനകത്ത്. പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പും ബാക്കി ഹാഫ് പൊരിച്ചെടുത്ത് തിരിച്ചിട്ടേ പോകണ്ട. പിന്നെ നമ്മൾ ആ സെയിം എണ്ണ തന്നെ നല്ല കടുകിട്ട് പിന്നെ മറ്റേ മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ കായം വേണം കേട്ടോ. കായം വേണേ. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നമ്മുടെ എണ്ണയിലോട്ട് പിന്നെ അതിട്ട് നല്ല വൃത്തിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കായം എടുത്ത് അങ്ങനെ ഇട്ട് നല്ല വൃത്തിക്ക് നല്ല ഇളക്കി. പിന്നെ നമ്മുടെ കറിവേപ്പില അതും ഇട്ട് നല്ല വൃത്തിക്ക് ഇളക്കി. ഇതിൻ്റെ ഒരു മണം, ഇതും ഒരു സൂപ്പർ മണമാണ് കേട്ടോ വന്നു കഴിഞ്ഞ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ കേട്ടോ കുറച്ച് മുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ ഇതിൻ്റെ മണം കേട്ടോ, ഇതൊക്കെ അടിച്ചു വന്നൊരു മണം. ഞാൻ കിടന്ന് കുലുങ്ങുന്നുണ്ട് കേട്ടോ. ഈ മണം കേട്ടിട്ടാണ് ഞാൻ കിടന്ന് കുലുങ്ങുന്നത്. അത്രയ്ക്ക് മണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മണം, ഭയങ്കര മണം. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് സാധനം. ഞാൻ 1 വർഷമായി കഴിച്ചിട്ട്. സീരിയസ്ലി 1 വർഷമായി ഞാൻ കഴിച്ചിട്ട്. എൻ്റെ കൂട്ടത്തിൽ അമ്മച്ചി വന്ന് ഒരു മുളക് 2 എടുത്ത് ഞാൻ പറഞ്ഞു 1 മതിയെന്ന്, കാരണം കഴിക്കേണ്ടതില്ലയോ. ഒരു ഉണക്കമുളക് ഇട്ട് നല്ല വൃത്തിക്ക് ഇരട്ടി ഇളക്കി. ഇതിനൊക്കെ ഒരു മണം വരുമ്പോൾ നിങ്ങൾ സഹിക്കത്തില്ല കേട്ടോ, അത്രയ്ക്ക് മണമാണ്. ഇതെടുത്ത് വായെടുത്ത് ഒന്ന് കമത്താൻ തോന്നും. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ല വൃത്തിക്ക് മിക്സാക്കി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല വൃത്തിക്ക് പിന്നെ ഒന്ന് ഇളക്കണം കേട്ടോ. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. 2 പേര് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്.
അല്ലെങ്കിൽ പണി മാളും. 2 പേരുമാണ് ചെയ്യാൻ വേണ്ടത്. എല്ലായിടത്തേക്ക് ഒരു ഇളക്കി ഇളക്കിയിട്ടൊന്ന് കുത്തി, പിന്നെ അതേ കുറച്ച് ഉപ്പ് ഇട്ട് നല്ല വൃത്തിക്ക് അങ്ങ് ഇളക്കുക. സെറ്റായിട്ട് അങ്ങ് ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുക. എന്തുവാ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യല്ലേ, ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മളത് കുറച്ച് മുളക് പൊടി ഇട്ടുകൊണ്ടിരിക്കണം. മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ ഇളക്കാതിരിക്കാൻ മറക്കല്ലേ, ഇളക്കിക്കൊണ്ടിരിക്കണം. നിർത്തല്, ഒരിക്കലും നിർത്തല്ല കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണേ. പിന്നെ ഞാൻ അമ്മച്ചിക്ക് കൈമാറി. എന്നാണ്ട് പിന്നെ നമ്മളെടുത്തത് സാധനങ്ങൾ, നമ്മുടെ മീൻ വറുത്തത്, നമ്മുടെ ചൂര വറുത്തത്, അതിന് നമ്മുടെ ഇപ്പം നമ്മൾ സെറ്റാക്കി വെച്ച നമ്മുടെ ഈ മിക്സിലോട്ട് ഇടാൻ പോവാട്ടോ. കണ്ടോ, ആ മിക്സിൻ്റെ കളർ അങ്ങ് മാറി കേട്ടോ. നമ്മളത് ഇട്ട് ഇതൊക്കെ കിടന്ന് പിരളുന്ന കാണുമ്പോൾ നമുക്ക് ആർക്കാരും കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല, അല്ലയോ? നിങ്ങളെന്തായാലും ട്രൈ ചെയ്യണം. കാരണം അത്രയ്ക്ക് സെറ്റ് സാധനമാണ് ഈ ചൂര അച്ചാർ. ഉണ്ടല്ലോ, നമുക്ക് ബാക്കിയുള്ള നമുക്ക് ആ ബൗളിൽ നിന്ന് ഫുള്ളിട്ട് കമത്തി. ആ ഇരട്ടുമ്പോൾ ഒരു മണം വരുന്നത്, അയ്യോ എന്തുവാടേ ആ മണം വരുമ്പോൾ, എന്തുവാടേ സമ്മതിക്കണം കേട്ടോ ആ മണം. എൻ്റെ വായിന്ന് വെള്ളം എപ്പം ഒഴിക്കൊണ്ടിരിക്കുന്നു, മറ്റേ വാട്ടർഫാളൊക്കെ വീഴുന്ന തൊട്ട്. അവൻ്റെ അവസാനം ഞാൻ എടുത്തോണ്ടങ്ങ് പോയി തിന്നാൻ വേണ്ടി. എൻ്റെ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്, കാലിലിപ്പോൾ കിടപ്പുണ്ട്. അയ്യോ എനിക്ക് ഇപ്പോഴും കൊതിയാവുന്ന കേട്ടോ അതൊക്കെ കാണുമ്പോൾ. എന്നാലും ഉച്ചയ്ക്ക് ഇതൊക്കെ കൊണ്ടൊരൊറ്റ പിടിക്കണം. സെറ്റാട്ടോ. നമ്മളത് അങ്ങനെ അതൊക്കെ നമ്മൾ തിരിച്ച് കോരിയിട്ട് കണ്ടോ, അതിൻ്റെ കളറെല്ലാം കണ്ടോ ഞങ്ങൾ. അയ്യോ നിങ്ങളെന്തായാലും മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. മസ്റ്റ് ട്രൈ എന്ന് വെച്ചാൽ മസ്റ്റ് ട്രൈ, സൂപ്പർ സാധനം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും ബൈ.